നമസ്കാരം. ഇപ്രാവശ്യത്തെ വിഷു മേടം 2-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതായത് ഏപ്രിൽ 15-ാം തീയതി. സാധാരണ 1-ാം തീയതിയാണല്ലോ വിഷു വരിക. അത് എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം 2-ാം തീയതി വന്നതെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഞാനത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ പറയണത്. അതായത് ഇത് തീരുമാനിക്കുന്നതേ സംക്രമ സമയമാണ്. അതായത് സംക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തേക്ക് കടക്കുന്ന ആ ഒരു സമയത്തിനെയാണ് സംക്രമം എന്ന് പറയുക. സംക്രമ സന്ധ്യ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അത് 2 തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ ഉച്ചയ്ക്ക് മുൻപായിട്ട് നടക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിട്ട് നടക്കാം. ഉച്ചയ്ക്ക് മുൻപ് സംക്രമം നടന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾ 1-ാം തീയതി ആയിട്ട് എടുക്കും. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് 1-ാം തീയതി ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ മീനമാസം 30 ദിവസമാണുള്ളത്. മീനത്തിലുള്ള സൂര്യൻ മേടത്തിലേക്ക് കടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് മുൻപാണ്. രാവിലെ 9:30-ക്ക് ശേഷമാണ് കടക്കുക. അപ്പം അന്ന് 1-ാം തീയതി ആയിട്ട് എടുക്കും. അതായത് മീനമാസം 30-ാം തീയതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മേടം 1 എടുക്കും. അന്ന് 9:30-ക്ക് ശേഷമാണ് സംക്രമം നടക്കുന്നത്. അപ്പം അന്ന് 1-ാം തീയതി കണി പിറ്റത്തെ ദിവസമാണ് വരിക 2-ാം തീയതി. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സൂര്യന്മാര് ഈ 12 മാസങ്ങളിലും 12 ആദിത്യന്മാരുണ്ടെന്നാ പറയുക. അവർക്ക് 12 പേർക്കും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലെ ഈ മേടസൂര്യന് മാത്രമാണ് ഒരു അംഗഭംഗം ഉണ്ട്. അപ്പൊ അംഗഭംഗം വന്നവരെ കണി കാണാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്പൊ മീനമാസം 30-ാം തീയതി മീനസൂര്യനാണ്. അദ്ദേഹത്തെ കണി കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. സൂര്യനെ കണി കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഉണരുക. സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം എന്ന് പറയുന്നത്. ആ 30-ാം തീയതി കുഴപ്പമില്ല, മീനസൂര്യനാണ്. മേടം 1-ാം തീയതി വരികയാണെങ്കിലും രാവിലെ ഉണർന്നു വരുന്ന സമയത്ത് ഉദിച്ചു വരുന്ന സൂര്യൻ മീനസൂര്യനാണ്. കാരണം സംക്രമം നടക്കുക ഉദയമൊക്കെ കഴിഞ്ഞിട്ട് 9:30-ക്ക് ശേഷമാണ്. അപ്പൊ നമ്മൾ കണി കാണുന്ന സൂര്യൻ മീനസൂര്യനാണ് 1-ാം തീയതി. അത് കുഴപ്പമില്ല. മേടം 2-ാം തീയതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് ഉദിച്ചു വരുന്ന സൂര്യൻ ആരാണ്? മേടസൂര്യനാണ്. കാരണം തലേ ദിവസം 9:30-ക്ക് തന്നെ സംക്രമമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2-ാം തീയതി ഉദിച്ചു വരിക മേടസൂര്യനാണ്. അദ്ദേഹത്തെ കണി കാണാനായിട്ട് പാടില്ല എന്ന് പറയുക, അംഗഭംഗം വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് കണി ഒരുക്കുന്നത്, ഭഗവാനെ കണി കണ്ടിട്ട് ഉണരുന്നത് കേട്ടോ. അതാണ് മേടം 2-ാം തീയതി ഇപ്രാവശ്യം വിഷു വന്നത്. മേടം 2-ാം തീയതിയാണ് നമ്മൾ കണി കാണേണ്ടത്.